രേണുവിന് എന്നെ കള്ളു കുടിക്കാൻ പറ്റത്തില്ല. എന്തായാലും വിലക്കുണ്ടോ രേണുവിന് കള്ളു കുടിക്കാൻ? കള്ളുപിടിക്കണത് കാണാൻ പറ്റും. കാണാം. ജ്യൂസ് ഇഷ്ടമാണ്. ജ്യൂസ് എപ്പോഴും വേണം. രേണു പ്രതീക്ഷിന്റെ ജ്യൂസ് ചലഞ്ച് വെക്കോ? ഉദ്ദേശം മനസ്സിലില്ല. മറ്റേ പെങ്കൊച്ച് ജ്യൂസ് കൊന്നില്ലേ വൈഫ്, അത് ആക്ടിങ് രീതിയിൽ എടുക്കുന്നു. അവൾക്കും നല്ല ഇഷ്ടമാണ് വിഷ്വൽസ് എടുക്കുന്ന സമയത്തൊക്കെ. അങ്ങനെ ഒന്നുകൂടെ ബെറ്റർ ആക്കായിരുന്നു എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ വൈഫ് പറയാറുണ്ട്. ചില സീൻസ് നമ്മൾ ചെയ്യണ സമയത്ത്, തിരിയണ സമയത്ത് ഇത്ര ചിരിക്കാൻ പാടുള്ളൂ, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ പറയാറുണ്ട്. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന കൂട്ടത്തിലാണ്. എന്നോട് എന്റെ വൈഫ് പറഞ്ഞത്, ചേച്ചി എന്തിനാണ് ഞാൻ ചേച്ചിയുടെ ചേട്ടന്റെ ആൽബത്തിനേക്കാളും എനിക്കിഷ്ടം നിങ്ങളുടെ റീൽസ് ആണ്. എന്ത് ഭംഗിയാ കാണാൻ, കണ്ടോട് ഞാൻ കുറെ നേരം ഇരിക്കും എന്നോട് പറഞ്ഞു. ഞങ്ങളുടെ റൊമാൻറ്റിക് റീൽ അവളങ്ങനെ പറഞ്ഞു. അപ്പൊ നമ്മുടെയൊക്കെ വീഡിയോന്റെ താഴെ ചില കമന്റ്സ് വരുന്നുണ്ട്, ഇനി പ്രതീക്ഷിനെ രേണു കൊണ്ടുപോകും. ഓ അങ്ങനെ എന്തിനാണ് കൊണ്ടുപോകുന്നത്? അങ്ങനെയൊന്നുമില്ല. അതിന്റെ ആവശ്യമില്ല. അവൻ എന്റെ അനിയനാണ്. അത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ അങ്ങനെ വെച്ചിട്ടുള്ളൂ. പിന്നെ ലൈഫില് അനിയനല്ലേ, ബെസ്റ്റ് ഫ്രണ്ട്, നല്ല ഫ്രണ്ട്. പക്ഷെ അഭിനയത്തിൽ ഞങ്ങൾ നല്ല ജോഡികൾ തന്നെയാണ്. അത് എന്തായാലും ചേച്ചി എല്ലാ കാര്യവും ഷെയർ ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നല്ലൊരു ബോണ്ട് ഉണ്ട്. അതുകൊണ്ടാണ് അഭിനയത്തിൽ വരുന്നത്. നല്ലൊരു ബോണ്ടാണ് അത്. നെഗറ്റീവായിട്ടുള്ള രീതിയിലല്ല, നല്ലൊരു, എനിക്ക് എന്ത് തുറന്നു പറയാം, അങ്ങനെ ഒരാളാണ്. നിങ്ങളിപ്പം ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയല്ലോ. പ്രതീക്ഷിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ അറിയണോ? ആദ്യം ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? പ്രതീക്ഷിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, ഞാൻ ഇവൻ ചില കാര്യങ്ങളൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവത്തില്ല. ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മനസ്സിലായി. അല്ല, ചില പേഴ്സൺസും ചില ഫുഡിനോട് ഭയങ്കര താല്പര്യമായിരിക്കും, യാത്രകൾ താല്പര്യമായിരിക്കും. അവൻ ഏറ്റവും ഇവൻ ഏറ്റവും ഇഷ്ടമായിരിക്കും സെൽഫി എടുക്കാനൊന്നും. നല്ല ഇവൻ എവിടെ പോയാലും ഇവന് സെൽഫി എടുക്കണം, അത് ഭയങ്കര ഇഷ്ടം. പ്രതീക്ഷിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ? അങ്ങനെ ഫുഡ് പ്രേമിയല്ല. ഇവൻ ചായയും കാപ്പിയൊന്നും കുടിക്കത്തില്ലെന്ന് പറയാം. അതൊന്നും ജ്യൂസ് ഇഷ്ടമാണ്. ജ്യൂസ് എപ്പോഴും വേണം. അത് എന്ത് ജ്യൂസ് ആണല്ലോ ആൾക്ക് വേണം. ചായയും കാപ്പി ഇന്ന് വരെ അവൻ ഇഷ്ടമല്ല, താല്പര്യമില്ല. പാല് കുടിക്കോ? പാല് ഇല്ല. ഞാൻ കുടിക്കില്ല. പാല് കുടിക്കില്ല. ഞാൻ രാവിലെ കട്ടൻ കാപ്പി കിട്ടിയാൽ അത്രേ. രേണുവിന് ഇഷ്ടമുള്ള ഫുഡ് എന്താ? ചേച്ചി കഴിക്കുന്ന പറഞ്ഞാ ബിരിയാണി കഴിക്കും, അതും ഇച്ചിരി, വളരെ കുറച്ച് റൈസ് അങ്ങനെ. പിന്നെ കറികളില് മറ്റേ ഗ്രേവി അല്ലെങ്കിൽ മുട്ടക്കറി, ഈ 2 സാധനങ്ങൾ മാത്രം മൂപ്പര് ഏകദേശം കഴിക്കും. അല്ലേ, ശരിയല്ലേ? മുട്ടയുടെ ഗ്രേവി. രേണു പ്രതീക്ഷിന്റെ ജ്യൂസ് ചലഞ്ച് വെക്കോ? ജ്യൂസ് ചലഞ്ചോ? എന്താ തപ്പു മനസ്സിലായോ? സംഭവം മനസ്സിലായില്ല. ജ്യൂസ് കൊടുക്കത്തില്ല, ജ്യൂസിൽ കലക്കി കൊടുത്ത് മറ്റേ ഉദ്ദേശം മനസ്സിലായില്ല. മറ്റേ പെങ്കൊച്ച് ജ്യൂസ് കൊന്നില്ലേ ഷാപ്പിലായതുകൊണ്ട് ഷാപ്പിലത്തെ ജ്യൂസ് മതി. ഷാപ്പിലത്തെ ജ്യൂസ് മതി. അങ്ങനെ മറ്റേ ചലഞ്ച് ആയിരിക്കും. ഇന്നത്തെ ഷൂട്ടിന്റെ വിശേഷങ്ങൾ പറയാം. ഷൂട്ട് തന്ന ഒരു വെറൈറ്റി സംഭവം, ഷാപ്പിലെ പ്രണയം. അൻവർക്കാന ചാനൽ കിസ്മത്തല്ലേ ലൈസി ചേച്ചിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മളെ കനാലിൽ തന്നെ അതേ ടീം പ്രൊഡ്യൂസറാണ്. ചേച്ചി വരുന്നുണ്ടെന്ന് ഇതിപ്പോ എത്തും. ചേച്ചി ഇതിലൊരു വേഷം ചെയ്യുന്നുണ്ട്. കള്ളുപിടിക്കണത് കാണാൻ പറ്റുമോ? കാണാം. അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. കള്ളുപിടിക്കുന്നു. രേണുവിന് എന്നെ കള്ളു കുടിക്കാൻ പറ്റത്തില്ല. എന്തായാലും വിലക്കുണ്ടോ രേണുവിന് കള്ളു കുടിക്കാൻ? ഇതിനിപ്പോ കുടിച്ചിട്ടുണ്ടോ? ഇല്ല, വെള്ളം കുടിച്ചിട്ടുണ്ട്, കള്ളു കുടിച്ചിട്ടില്ല. മോരല്ല കുടിക്കുന്നു, മോര് കള്ളിന് വരെ മോരാക്കിയിട്ടുണ്ട്. ഈ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത ഇതെന്റെ അമ്മയുടെ സാരി വെട്ടി തയ്ച്ചതാണ്. കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തത് ഞങ്ങളുടെ അവിടെയുള്ള ഒരു ബിന്ദു ചേച്ചിയാണ്. ബിന്ദു ചേച്ചി നന്നായിട്ട് തയ്ച്ചു തരുന്നു. ചേച്ചിയുടെ കൊള്ളാം കേട്ടോ. ഒരു 10ാം ക്ലാസ് +2 പഠിക്കുന്ന പിള്ളേരെ പോലെ ഉണ്ട്. ഞാൻ താടി വെച്ച 10ാം ക്ലാസ്സുകാരൻ. കുറച്ച് വണ്ണം വെച്ചാ അതിപ്പോ ഫുൾ ടൈം മൂപ്പര് എന്തില്ലെങ്കിലും ജ്യൂസ് വേണം. അപ്പൊ ഫുൾ വണ്ണം വെക്കാനുള്ള ഫുൾ തയ്യാറെടുക്കലാണ്. ഒരു തുള്ളി നടിമാരുടെ ഒരു രീതിയാണല്ലേ ജ്യൂസ്. അല്ല, അപ്പൊ നമ്മൾ ലാസ്റ്റത്തെ ആൽബം കവർ ചെയ്യാൻ സമയത്ത് കട്ടിങ് കുറെ ബെറ്റർ ആയിട്ടുണ്ട്. അല്ല, ലാസ്റ്റ് വേറെ ആൽബം ഉണ്ടായിരുന്നില്ലല്ലോ. രേണുവിന്റെ പുതിയ ബ്രൈഡൽ ഫോട്ടോഷൂട്ട് മുഖ്യധാര മാധ്യമങ്ങളിൽ ഇന്ന് മലയാള മനോരമ ഓൺലൈൻ. അത് ഭയങ്കര വളരെ സന്തോഷം. കൺമഷി എന്ന് പറയുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അത് അവരുടെ ഇതിനു വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പൊ അത് ഭയങ്കര സന്തോഷം. കാരണം ഇത്രയും നാളും ചെയ്ത ഒരു ബ്രൈഡൽ ലുക്കിന് വ്യത്യാസമാണ്. തമിഴ് ബ്രൈഡായിട്ടാണ് ചെയ്തത്.
എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പറഞ്ഞു കണ്ടപ്പോ തന്നെ ഇവനത് പറഞ്ഞായിരുന്നു, അടിപൊളിയാണ്. ഇപ്പൊ വരുമ്പോ മനോരമ ന്യൂസ് ഉണ്ട് അല്ലേ? മനോരമ ന്യൂസ് അവർ പോസ്റ്റ് ഏറ്റെടുത്തു. നല്ല രീതിയിൽ അത് അത്യാവശ്യം സൂപ്പർ രേണു എന്ന് പറഞ്ഞു. എന്തോ ഒരു ഞാൻ ഞെട്ടിപ്പോയി. പ്രണയമുണ്ട്, പിന്നെ കുറെ തേപ്പുണ്ട്, എല്ലാത്തിനും പാവത്തിന് തേപ്പ് കിട്ടുന്നതാണ്. വേറെ എന്തുവാ ഇവനായിട്ട് തേപ്പ് കിട്ടുന്നത്. ഞാൻ എല്ലാ ആൽബത്തിനും ഇവനെ തേച്ചിട്ട് പോകുന്ന സീനാണ്. അപ്പൊ ആ ട്രോളാനായിട്ടുള്ള കുറെ സാധനം ഒന്നാമത്തെ ജീവിതത്തിൽ തേക്കരുത്. ജീവിതത്തിൽ ഇവൻ എന്റെ സ്വന്തം അനിയൻ, എന്റെ നല്ലൊരു കൂട്ടുകാരൻ. അല്ല അങ്ങനെ ആണെങ്കിലും തേക്കരുത് പറയാം. അങ്ങനെയൊന്നുമില്ല. ലാസ്റ്റ് ഇപ്പൊ ഇറങ്ങിയ ഒരു ആൽബം ഉണ്ടല്ലോ, ഇപ്പൊ ഇറങ്ങിയ ആൽബം ഷാഹിദിന് അലന്റെ കൂടെ. അതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ലെസ്ബിയൻ. അതെ. നേരത്തെ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് അതിന്റെ തോട്ടം. സത്യം പറഞ്ഞ പകുതി ആയപ്പോഴാണ്, സർപ്രൈസ് ആയിരുന്നു അത്ര നേരം. പകുതി ആയപ്പോഴാണ് എന്നോടും ആ കുട്ടിയോട്, നിന്നോട് പറഞ്ഞു, ഇവനോട് പോലും പറഞ്ഞിട്ടില്ല, ആ കുട്ടിയോട് എന്നോട് പതുക്കെ പറഞ്ഞു. എനിക്കിങ്ങനെ പോകുന്ന പോക്ക് കണ്ടപ്പോ, കാരണം ഞാനും ആ കുട്ടിയെ ഒരുപോലത്തെ ഡ്രസ്സാണ് ഇടുന്നത്. ഞാൻ ചേച്ചി ഷാഹിദിനോട് ചേട്ടാ ലാസ്റ്റ് ഇതാണോ സംഭവം? അതെ അതെ ചേച്ചി എന്ന് പറഞ്ഞു. ഓക്കെ, ആരും അറിയണ്ട, നമുക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാന്നുണ്ട്. പക്ഷെ എന്തായാലും ആൽബം നല്ല രീതിയിൽ കത്തിക്കേറി അടിപൊളിയായിട്ട് വ്യൂ കയറുന്നുണ്ട്. 3 ലക്ഷം ഒരു ദിവസം പോലും ആയില്ല, 1.5 ദിവസം ആകുന്നു. ഇങ്ങനെ ലെസ്ബിയൻ പ്രണയമാണെന്ന് പറഞ്ഞപ്പോ എന്തെങ്കിലും ചെയ്യണ്ട എന്ന് എങ്ങനെയും തോന്നിയോ? ഞങ്ങൾ ആദ്യം ഒരു സീൻ എടുത്തപ്പോ ഞങ്ങൾ അത് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. കാരണം വേറൊന്നുമല്ല, ഒരു കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വൾഗർ രീതി. എനിക്കും അത് പറ്റിയില്ല. ആ കുട്ടിക്ക് ഞാൻ പറഞ്ഞ വേണ്ട, ഈ സീൻ മാറ്റാം. അത് കഴിഞ്ഞാണ് ലാസ്റ്റ് ഒരു ഒറ്റ സീൻ ക്ലൈമാക്സ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്ന ആ ഒരു സീൻ. അതിന് മുന്നേ വേറെ സീൻ എടുത്താൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടില്ല, അത് കട്ട് ചെയ്യിപ്പിച്ചു. അത് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ്. അല്ലാതെ വേറെ എനിക്ക് പ്രശ്നമായിട്ടൊന്നും തോന്നില്ല. അത് അഭിനയിക്കുന്നില്ല, അതും അഭിനയമാണല്ലോ. പക്ഷെ അത് വെറൈറ്റി ആയിരുന്നു, ആരും പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സ്. നല്ല നല്ല രസമാണ് ആൽബം. പാട്ടാണ് അലന്റെ കുറെ കോമഡി ലാസ്റ്റ് അല എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ടല്ലോ, മറ്റേ ലെസ്ബിയൻ ആണെന്ന് പറഞ്ഞ സീൻ ഉണ്ടാലും അലൻ ആദ്യമായി ചോദിച്ചത് എന്താ ബ്രോ അവര് തമ്മിൽ ഗേ ആണ്. മൂപ്പ് ലെസ്ബിയൻ എന്ന് പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ് അത് ഗേയാന്ന് പറഞ്ഞു. അങ്ങനെ 4-5 ടേക്ക് എടുത്തിരുന്നു ആ ഒരു ഭാഗം മാത്രം. അവന് ചിരിയൊക്കെ അടിപൊളിയായിട്ട്, മറ്റേ കോമളിത്തരം ഒന്നും അതിനകത്ത് ഞാൻ കാണുന്നില്ല. എല്ലാം ഒരു 2-3 സീനേ ഉള്ളതിലും അലൻ നന്നായിട്ട്, കാരണം പ്രതീക്ഷ ഡയലോഗ് പറയുന്ന സീനൊക്കെ ഉണ്ട്. ഇവര് നമുക്ക് പാരയാവുന്നൊക്കെ ചോദിക്കുമ്പോൾ അലൻ ഇങ്ങനെ കൈ ഇങ്ങനെ കെട്ടിട്ട് ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ പക്ക അടിപൊളിയാണ്. ഇടയിലൊന്ന് ഉറങ്ങുകയും ചെയ്തു. ഉറങ്ങുമായിരുന്നു, ഷൂട്ടിന്റെ ഇടയ്ക്ക് ഉറങ്ങുമായിരുന്നല്ലേ. ഷാഹിദിന്റെ ഒളിഞ്ഞോട്ട്, ഞങ്ങളുടെ ഡയറക്ടറിന്റെ ഒളിഞ്ഞോട്ട് വരുന്ന മുണ്ടൊക്കെ ഇങ്ങനെ കയറ്റി മറ്റേ പുരുഷു എന്നെ അനുഗ്രഹിക്കണം. ആ ഒരു സംഭവം. അതെ അതെ, ഞങ്ങളുടെ ബോണ്ടല്ലേ, ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്, ഞങ്ങളുടെ നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ചേച്ചി എന്ത് കാര്യം ഉണ്ടെങ്കിൽ എന്ത് പറയും, ഞാൻ ചേച്ചി സംസാരിക്കുന്നുണ്ട്. ഇവന്റെ വൈഫുമായിട്ട് നല്ല കൂട്ടാണ്, ഫാമിലി ആയിട്ട് നല്ല പ്ലാനിങ് ഉണ്ടോ ഇല്ല, ഒന്നും ആയിട്ടില്ല. വീഡിയോ ചെയ്യാന്നുള്ള ഒരു പ്ലാൻ വന്നിട്ടുണ്ടായിരുന്നു. ദാസേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഒരു ദിവസം ഫ്രീ ആണുണ്ടായാല്. ചേച്ചി ഫുള്ള് തിരക്കാണ്. 11-ാം തീയതി ഞാൻ 11-ാം തീയതി മസ്കറ്റിൽ പോവാണ്, ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പം എല്ലാവരുടെയും അനുഗ്രഹ പ്രാർത്ഥന വേണം. അത് തൻസീർ കൂത്തുപറമ്പും പിന്നെ മജീദ് എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റർ ഒക്കെയാണ് നമ്മളെ ഫസ്റ്റ് എന്നെ ആദ്യമായിട്ട് കൊണ്ടുപോകുന്നവരാണ്. അതായത് മസ്കറ്റിലേക്ക് 11-ന് പോയിട്ട് 12-ന് അവിടുത്തെ ഷോ, 13-ന് തിരിച്ചൊരു ഡാൻസ്, 2 ഡാൻസ് ചെയ്യാനാണ്. തൻസീർ കൂത്തുപറമ്പും പിന്നെ അതുപോലെ കുറെ മാപ്പിളപ്പാട്ടിന്റെ മെയിൻ ആൾക്കാരൊക്കെ ഉണ്ട്. അവരുടെ ഷോയില് 2 ഡാൻസ് ചെയ്യുന്നു. അതെ, അടുത്ത അതെ അതെ. നല്ല പേടിയാണ്, നല്ല പേടിയാണ് ഗൈസ്, എനിക്ക് ഭയങ്കര പേടിയാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് രേണു ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് 7 ഉണ്ടോന്നുള്ളത്. അപ്പൊ അതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ക്ലൂസ് കൊടുക്കാൻ പറ്റുമോ? അതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. വിളിച്ചാൽ രേണു സുധി ബിഗ് ബോസിൽ പോയിരിക്കും, അവിടെ തകർക്കാൻ ശ്രമിക്കും, അവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. എല്ലാ ശ്രമമാണ്. വിളിച്ചാൽ നമ്മൾ പോയിരിക്കും. രേണു ബിഗ് ബോസിൽ ഒരു നല്ലൊരു മൈൻഡ് ഗെയിമർ ആയിരിക്കുമോ? ഇല്ല, ചേച്ചി എങ്ങനെയാണോ ഞാൻ എന്താണോ അതാണ്. ബിഗ് ബോസിൽ കയറി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ അവിടെ നിൽക്കാൻ പറ്റില്ല. വിളിച്ചിട്ടില്ല ഇതുവരെയായിട്ട്, ഓൾറെഡി വിളിച്ചിട്ടില്ല. വിളിച്ചാ പോകും. അങ്ങനെ നിൽക്കാൻ പറ്റില്ല, അതിനുള്ളിൽ അങ്ങനെ നിൽക്കാൻ പറ്റില്ല. ശ്രമമാണ് എല്ലാവരും, നമുക്ക് അറിയില്ലല്ലോ. ഞാൻ സത്യം പറഞ്ഞാൽ ഡെയിലി കാണുന്ന ഒരാളല്ല ബിഗ് ബോസ്. ഇടയ്ക്ക് വല്ല ഷോർട്സ് കാണാറുണ്ട്, ഇഷ്ടമാണ്. ഷോർട്സ് കണ്ട് എനിക്കറിയാം, അത്രേ ഉള്ളൂ. അത് ഡീറ്റെയിൽ ഒന്നും എനിക്കറിയത്തില്ല. വിളിച്ചാൽ പോകും, പോയി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എന്തായി തീരുവെന്ന്. പിന്നെ ബാക്കിയെല്ലാം ജനങ്ങളുടെ കയ്യിലാണ്. ഒളിമ്പിൻ അന്തത്തിലുള്ള നമ്മുടെ ജഗതി ശ്രീകുമാറിനെ പോലെ പടയപ്പ വേണം. പടയപ്പ അത് തന്നെ. എന്നാലും അതിന്റെ ഉള്ളിൽ പിടിച്ചേക്ക്. എന്നാലും അതില് കണ്ടായിരുന്നു, ട്രോള് കണ്ടായിരുന്നു. ഈശ്വര രേണു സുധി ഉണ്ടോ എന്നാ മിക്കവാറും കമന്റ്. എന്നാ അതിനകത്ത് തല്ലായിരിക്കുമല്ലോ. ഒന്നും ഇല്ല കേട്ടോ, ഞാൻ അങ്ങനെ തല്ലൊന്നും പിടിക്കുന്ന ആളല്ല.
എന്തായാലും വിളിച്ചാ പോ പിന്നെ ലിസ്റ്റ് ആയി അതിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലേ പ്രഡിഷൻ ലിസ്റ്റ് ആണോ? അല്ല ലിസ്റ്റ് ആണെങ്കിൽ തന്നെ ഇനിയിപ്പം വൈൽഡ് കാർഡ് എൻട്രീസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ കയറാൻ പറ്റും. ഡീറ്റെയിൽ അറിയില്ല. ആ അല്ല ഇടയ്ക്ക് കയറുന്നുണ്ട് ആൾക്കാർ ഇങ്ങനെ. ആണല്ലേ? എനിക്ക് White list card. തുടങ്ങിയില്ല. കൺഫർമേഷൻ വന്നിട്ടില്ല ഒന്നിന്റെയും. പക്ഷെ ഒന്നും അറിയത്തില്ല. ഓഗസ്റ്റിൽ തുടങ്ങും. ഓഗസ്റ്റ് 2-ാം തീയതി. രണ്ടിനോ? ആ. ഞാൻ അറിഞ്ഞില്ല. പക്ഷെ രേണുവിന്റെ മുഖഭാവം കാണുമ്പോൾ വിളിച്ച പോലെ തോന്നുന്നു. ആ ഒരു പുഞ്ചിരി. ഞാൻ ചിരിച്ചു, വെറുതെ ചിരിച്ചു. എപ്പോഴും പക്ഷെ ചിരിച്ചു. ഈ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ രേണുസുതി ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. അത് ഞാനും കണ്ടു, അതാ ഞാൻ ചിരിച്ചത്. പ്രഡിഷൻ ലിസ്റ്റ് ഇഷ്ടം പോലെ ഞാനുണ്ട്. എന്റെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി എടാ വേണു പോകുന്നുണ്ടോ? അപ്പൊ ഇല്ല രേണു ചേച്ചനല്ലേ അച്ഛൻ വിളിച്ചത്? എന്റെ അച്ഛനെ രേണു ചേച്ചി വിളിച്ചത് വിളിച്ചു. പാവം. അപ്പൊ മോളെ വിളിച്ചാന്ന് വെച്ചാൽ അപ്പൊ എന്തും ചോദിച്ചു ഇങ്ങനെ ഇത് പോകുന്നുണ്ട്. അപ്പൊ ഇല്ല അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞു. എന്തായാലും വരുമ്പോ അതെ. പ്രതീക്ഷനെ കൂടി കൊണ്ടുപോകും. ഞാൻ വൈൽഡ് കാർഡ് ആയിട്ട്